ഒരു ചോദ്യം ചോദിച്ചത് വളരെ പ്രസക്തം. വേദവ്യാസൻ്റെ ചിന്താധാര എങ്ങനെയാണ് ലോകത്തിൽ ഭഗവത്ഗീത അവതരിപ്പിച്ചത്? 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം സാധിക്കുമെങ്കിൽ ബൈഹാർട്ടാക്കുക, ബുദ്ധിമുട്ടാണെങ്കിൽ മനപ്പാടാക്കുക. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. അവനവനെയും അവനവൻ്റെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സർവ്വചരാചരങ്ങളെയും ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം അവനവന് തന്നെയാണ്. അതുപോലെ തന്നെ ഉദ്ധരേദാത്മനാത്മാനം, അതിനെ അവഹേളിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വവും അവനവന് തന്നെയാണ്. അവനവൻ്റെ ബന്ധുവും അവനവൻ തന്നെ, അവനവൻ്റെ ശത്രുവും അവനവൻ തന്നെയാണ്. ഒസാമയെ ഒസാമയാക്കിയത് ഒസാമ, ഒബാമയെ ഒബാമയാക്കിയത് ഒബാമ. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രണാമം. ഇതിഹാസം സങ്കീർണങ്ങളായ കഥാഗതികളിലൂടെ കടന്നു പോകുന്നുണ്ട്, ധർമ്മ സംഘടനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നാം കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അതിനെയെല്ലാം സമീകരിക്കുന്ന ചാലകശക്തി എന്ന് പറയുന്നത് ഗീതയും വിദുരഹിത വാക്യത്തിലും ഒക്കെ വ്യാസൻ ഉപയോഗിക്കുന്ന ഭാരതത്തിൻ്റെ ഉപനിഷത് ദർശനമാണ്. മഹാഭാരതത്തിലെ ഏത് കഥാസന്ദർഭങ്ങളിലും ഏത് കഥാഗതികളിലും ഏത് കഥാപാത്രങ്ങളുടെയും ഒരു ധാർമ്മിക മാനകമായി നമുക്ക് തിരിച്ചറിയാവുന്നത് ഈ ഉപനിഷത്ത് ഋഷി ദർശനം തന്നെയാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ പുത്രനെ ഉറക്കെ വിളിച്ചപ്പോൾ എല്ലാ ജീവജാലങ്ങളും ആ വിളി കേട്ടു. ആ അർത്ഥത്തിൽ സർവഭൂത ഹൃദയം മുനിം എന്നാണ് വ്യാസനെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പുത്ര എന്ന് വിളിച്ചപ്പോൾ പ്രകൃതി മുഴുവനാണ് വേദവ്യാസന്റെ സ്വരം കേട്ടത്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാസ സന്താനങ്ങളാണ് എന്ന തിരിച്ചറിവിൽ ഇതിഹാസകാരൻ വിപുലീകരിച്ചതാണ്, ദർശനത്തെ വിപുലീകരിച്ചതാണ് മഹാഭാരതമായി വികസിച്ചത്. വേദവ്യാസന്റെ സർവഭൂത ഹൃദയൻ ആയ മുനിയുടെ സന്താന പരമ്പരയാണ് ഈ നാടിനെ ധന്യമാക്കുന്നത്.